102 പനിയിലും തളരാതെ അമിത്ഷാ. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി. അഭിനന്ദനവുമായി പ്രധാനമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിയിരുന്നു. എന്നാൽ 61 വയസ്സുകാരനായ അദ്ദേഹം കടുത്ത പനിയെ അവഗണിച്ചാണ് ലോക്സഭയിൽ സർക്കാരിന് വേണ്ടി സംസാരിച്ചതെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മന്ത്രിക്ക് 102 പനി ഉണ്ടായിരുന്നു. സഭ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കുകയും പനി കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ നൽകുകയും ചെയ്തിരുന്നു. 1.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയും വോട്ട് മോഷണം, SIR, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിയമനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ അഭിനന്ദിച്ച് രംഗത്തെത്തി. അമിത്ഷായുടെ പ്രസംഗത്തെ അതിഗംഭീരമെന്ന് പ്രശംസിച്ചിരുന്നു. കൂടാതെ കൃത്യമായ വസ്തുതകൾ അവതരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള നുണകളെ തുറന്നുകാട്ടുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ രാഹുൽ ഗാന്ധി വോട്ട് മോഷണത്തെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ റാലി നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ പാർലമെന്റിലും ഈ വിഷയം ഉന്നയിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചപ്പോൾ എന്തു പറയണമെന്ന് താൻ തീരുമാനിക്കുമെന്നാണ് അമിത്ഷാ തിരിച്ചടിച്ചത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുകയും അതേസമയം SIRനെ എതിർക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് അദ്ദേഹം തുറന്നുകാട്ടുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നില്ല എന്ന് കാണിക്കാൻ മാത്രമാണ് SIRനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന 88 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച പാർലമെന്റിനകത്ത് അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി. ശീതകാല സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കാനാണ് നേതാക്കൾ ചർച്ച നടത്തിയതെങ്കിലും കൂടിക്കാഴ്ച ഇത്രയും നീണ്ടു നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർലമെന്റിന്റെ ഇടനാഴികളിൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് MPമാർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി, നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ചട്ടപ്രകാരം ചർച്ച നടത്തി ഇൻഫർമേഷൻ കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാന തസ്തികകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മുതിർന്ന മന്ത്രി എന്ന നിലയിൽ അമിത്ഷാ ആയിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും കൂടിക്കാഴ്ച 1:07 ആരംഭിച്ചെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ചർച്ച ഏറെ സമയം നീണ്ടതോടെ MPമാർക്കിടയിൽ സംശയങ്ങൾ ഉയർന്നു. മറ്റെന്തെങ്കിലും സുപ്രധാന അജണ്ടകൾ ഉണ്ടോ എന്ന് ചില MPമാർ അന്വേഷിച്ചതായാണ് വിവരം. 88 മിനിറ്റിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പുറത്തു വന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം മാത്രമല്ല 8 ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും 1 വിജിലൻസ് കമ്മീഷണറുടെയും നിയമനം സംബന്ധിച്ചും ചർച്ച ചെയ്തതാണ് ചർച്ച നീളാൻ കാരണമെന്ന് പിന്നീട് ഇവർ വ്യക്തമാക്കുകയുണ്ടായി.